ബഹുമാനപ്പെട്ട വമ്പ്രാൻ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇവരെ പിതാവ് മരണപ്പെട്ടപ്പോൾ മഹാനാവുന്ന ശൈഖുനാ ശംസുൽ തലേ ദിവസം ഇവിടെ വന്ന് കണ്ടുപോയതാണ്. മരണപ്പെടുന്നതിന്റെ തലേ ദിവസം വന്ന് കണ്ടുപോയത്. അങ്ങോട്ട് എത്തുന്നതിന് മുമ്പാണ് മരണപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നത്. അവിടുന്ന് ശംസുൽമ അന്ന് ഇന്നത്തെ പോലെ യാത്ര സൗകര്യമുള്ള സമയമൊന്നുമല്ല. അവരിവിടെ എത്തുകയും ബഹുമാനപ്പെട്ടവരുടെ മയ്യത്ത് മറവ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ എത്തുകയും ചെയ്യുന്നുള്ള സംശയമാണ്. പക്ഷെ രണ്ടാളും കറാമത്തുള്ള ആളുകളായത് കൊണ്ടിട്ട് അത് മയ്യത്ത് മറവാടുന്നതിന്റെ മുമ്പായിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽമ ഇവിടെ എത്തുക. അങ്ങനെ അതിലേക്ക് നേതൃത്വം നൽകുകയൊക്കെ ബഹുമാനപ്പെട്ടവരാണ് ചെയ്യുന്നത്. ആ നിലക്ക് മഹാനാവുന്ന ശൈഖുനാ ശംസുൽമ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത തങ്ങന്മാരെ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് കുമ്പോൾ തങ്ങന്മാർ. എല്ലാ തങ്ങന്മാരോടും ബഹുമാനപ്പെട്ടവർക്ക് ആദരവും ബഹുമാനമൊക്കെ ഉണ്ട്. തങ്ങന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യണം. എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തു ചിലപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽമായി. ചെറിയ തങ്ങന്മാർ കുട്ടികളാണെങ്കിലും അവർ തങ്ങളാണെന്ന് അറിഞ്ഞാൽ ബഹുമാനപ്പെട്ടവര് അവരെ ആദരിക്കും, അവരെ ബഹുമാനിക്കും, അവരെ സ്നേഹിക്കും. അത് മഹാനാവുന്ന ശൈഖുനാ ശംസുൽമന്റെ ഒരു പതിവായിരുന്നു. പതിവ് മാത്രമല്ല, മൂപ്പരത് ഉപദേശിക്കാറും ഉണ്ടായി. അപ്പൊ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സന്തോഷകരമായ ഒരു മുഹൂർത്തം. ഈ ഇരിക്കട മഹാന്മാരാവുന്ന സദാർത്ഥികൾ അവര് നമ്മളെ ഈ തൗലിയത്തിൽ അവർ സന്തോഷിക്കുന്നുണ്ട്. അവരതിനെ അംഗീകരിച്ചു. അതാണ് ഒരു തങ്ങൾ ദുആ നടത്തി, മറ്റേ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ശേഷം ഇതിന്റെ സ്ഥാനവസ്ത്രങ്ങൾ അവരെല്ലാവരും കൂടി അണിയിച്ചു തന്നു. മറ്റൊരു തങ്ങള് അതിൻ്റെ വാചകങ്ങൾ ആ മഹൽ നിവാസികൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഏതായാലും അതിൻ്റെ എല്ലാം പുറമെ പിന്നീട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവ് ബഹുമാനപ്പെട്ട വമ്പ്രാൻ അബ്ദുൽ ഖാദിർ ഖാസിമി അവർകൾ നല്ലൊരു പ്രസംഗം നടത്തി. അപ്പൊ ഏതായാലും ഇതൊരു വലിയൊരു സംഭവമാണ്. ഈ ഖളാഅ് എന്ന് പറഞ്ഞത്, ഖളാഇന്റെ തൗലിയത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഖാദി എന്നുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ആ ഖാദിക്ക് ഉണ്ടാകുന്ന പല നിബന്ധനകളും. ആരാണ് ഖാദിയാവേണ്ടത്? അപ്പൊ ആ നിബന്ധനയൊക്കെ നോക്കി നമ്മൾ ഒരാളെ തിരഞ്ഞു നടന്നാൽ ഇന്ന് അങ്ങനത്തെ ഒരാളെ കിട്ടാൻ സാധിക്കൂല. കാരണം അത് മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിനർഹരാവുന്ന എല്ലാ അതിൻ്റെ വിശേഷണങ്ങളൊത്ത പണ്ഡിതന്മാരുണ്ടായി. എന്നിട്ട് പോലും നമുക്കറിയാം, അവരോട് ഖാദി സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി പറയുമ്പോൾ അവർ രാജ്യം വിട്ട ചില ആളുകൾ അതിന് മുമ്പ് മരണപ്പെട്ടാൽ നന്നായിരുന്നു എന്നുള്ളവർക്ക് ദുആ ചെയ്തവരുണ്ട്. മുസ്ലിം ഭരണമുള്ള കേന്ദ്രങ്ങളിൽ മുസ്ലിം ഭരണകർത്താവ് മഹാനാവുന്ന അബൂ യൂസുഫ് തങ്ങള് അബൂ ഹനീഫ ഇമാമിന്റെ ഇശബാർ കൂട്ടത്തിൽപ്പെട്ട പ്രധാനിയാണ്. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിനെ സംബന്ധിച്ച് തന്നെ പറയുന്നത് ഇന്നഹു മദ്ഹബുൽ അഇമ്മത്തി സലാസ. ഇത് മൂന്നാളുടെ മദ്ഹബാണ്. അത്രമാത്രം അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് അബൂ യൂസുഫ് എന്നവരും മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി തങ്ങൾ. അങ്ങനത്തെ അവരെ അന്നത്തെ ഭരണാധികാരി അബൂ ഹനീഫ ഇമാം തങ്ങളുടെ വഫാത്തിന് ശേഷം ആ പ്രദേശങ്ങളെ ഖാദിയായിക്കൊണ്ട് അവരെ തീരുമാനിക്കുകയും അവരതിന് വേണ്ടി ആ രാജശാസ്ത്രിക്ക് വിളിച്ചെത്തി നിങ്ങളിതിന്റെ ഖാദി സ്ഥാനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോ മഹാനാവുന്ന അബൂ യൂസുഫ് എന്നവരായി തിരസ്കരിച്ചു. എനിക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് സമ്മർദ്ദം കൂടിയപ്പോൾ ബഹുമാനപ്പെട്ടവരാലോചിച്ചു, ഇത് അർഹരല്ലാത്തവരുടെ കയ്യിൽ പെട്ടുപോകുക. അതുകൊണ്ട് മൂപ്പരത് ഏറ്റെടുക്കാൻ വേണ്ടി സമ്മതിച്ചു.
മഹാനാവുന്ന സക്കരിയ അൻസാരി തങ്ങള് വലിയ പണ്ഡിതനായിരുന്നു. ഷാഫിഉ സഗീർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളുടെ ശിഷ്യനാണ്. ഇമാം മഹല്ലി തങ്ങളുടെ ശിഷ്യനാണ്. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ ഉസ്താദാണ്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുടെ ഉസ്താദാണ്. അങ്ങനത്തെ വലിയ മഹാനാണ് സക്കരിയ അൻസാരി തങ്ങൾ. ഇൽമിൽ ഒരു കുറവുമില്ല. മഹാനാവുന്ന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തന്നെ മൂപ്പരെ പറ്റി പറയലുണ്ട്. അഖല്ലു മാ വഖഅലി ബസരി സക്കരിയ അൻസാരി റളിയല്ലാഹു തആല. ഞാൻ കണ്ട എൻ്റെ ഉസ്താദന്മാരെ കൂടെ ഞാൻ ഏറ്റവും പ്രഗത്ഭനായി മനസ്സിലാക്കുന്നത് സക്കരിയ അൻസാരി തങ്ങൾ. അതുകൊണ്ടാണ് സക്കരിയ അൻസാരി തങ്ങളെ മൂപ്പര് ശൈഖുന എന്ന് പറയുന്നത്. ശൈഖുന എന്ന് വിളിക്കുള്ളൂ. അതുകൊണ്ടാണ് മൂപ്പര് പറഞ്ഞത് അഖല്ലു മാ വഖഅലി ബസരി. ഞാൻ കണ്ട ആളുകളിൽ നിന്ന് ഏറ്റവും അധികം പ്രഗത്ഭനായി എനിക്ക് തോന്നിയതെന്നല്ല, ഞാൻ കണ്ടത്, എനിക്ക് മനസ്സിലായത് ഒന്നിനായ എൻ്റെ ശൈഖുന സക്കരിയ അൻസാരി തങ്ങളാണ്. അവരും തന്നെ ആദ്യ കാലഘട്ടത്തിലൊന്നും ഖാദിസ്ഥാനെ ഏറ്റിട്ടില്ലായിരുന്നു. അവസാന കാലഘട്ടത്തിൽ ഖാദിസ്ഥാനെ ഏൽക്കാൻ നിർബന്ധിതരായി. അപ്പോഴാണ് അവരുടെ ഖാദിസ്ഥാനെ. അപ്പൊ ഇതൊരു ഏൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇത് ഏൽക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഒമൻ ഉല്ലിയൽ ഖാദി ആയവനെ കത്തി കൂടാതെ അറക്കപ്പെട്ടു. അപ്പൊ കത്തില്ലാത്ത അറവാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. ഇപ്പോൾ അങ്ങനെയാണോ? ഇത് അറവ് തന്നെയാണ്, പക്ഷെ കത്തി ഉപയോഗിച്ചിട്ടില്ലാത്ത മാത്രമാണ്. അപ്പൊ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു. ഖാദിമാരെ ആകെ പോയി വെച്ചാൽ മൂന്നിൽ 2 വിഭാഗം നരകത്തിലും 1 സ്വർഗത്തിലുമാണ്. അപ്പൊ അത്രയും പ്രയാസപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ അസ്അലുല്ലാഹ തൗഫീഖ് ലിൽ ഖിയാമി ബി ഹുഖൂഖി ഹാദിഹി തൗലിയ. ഈ തൗലിയത്തിന്റെ എല്ലാ അതിന്റെ മാനദണ്ഡങ്ങളും അതിന്റെ ഹുഖൂഖുകളൊക്കെ പാലിച്ചുകൊണ്ട് നിന്ന് വരാൻ പഠിച്ചതുപോലെ എനിക്ക് തൗഫീഖല്ലേ. അപ്പൊ അത് മുൻകാലത്തുള്ളത് പോലെ അർഹതപ്പെട്ടവരൊന്നും ഇല്ലെങ്കിൽ ഇന്ന് പിന്നെ ലീന്ന് അർഹതപ്പെട്ട ആളുകളെ നമ്മൾ നിയമിക്കാന്നുള്ളതുള്ളൂ. ഇന്ന് അത്ര പണിയുള്ളൂ ഖാദിക്ക്. പഴയ കാലത്തുള്ള ഖാദിമാർക്കുള്ളത് പോലുള്ള ജോലിയില്ല. അന്ന് മുസ്ലിം ഭരണകൂടം അവരെ മുസ്ലിങ്ങളെ പൊതു ഇമാമ് അല്ലെങ്കിൽ മുസ്ലിം ആ ഭരണകൂടം ഇമാമിന്റെ കീഴിലുള്ളതായ ഭരണകൂടോ അല്ലെങ്കിൽ ആ ഭരണകൂടത്തിന്റെ കീഴിൽ ഏൽപ്പിക്കപ്പെട്ട ആളുകളോ മറ്റോ ആയിരിക്കും ഖാദിമാർ നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിക്കുമ്പോൾ ഖാദിക്ക് ആവശ്യമാവുന്ന അന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാവുന്ന ഭരണം നടത്താൻ ആവശ്യമാവുന്ന ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടു. ജയിലുണ്ടാവും, ഒപ്പം പോലീസുകാരുണ്ടാവും, പട്ടാളുണ്ടാവും. അപ്പൊ ഖാദിന്റെ വിധി അനുസരിക്കാത്തവരെ ശിക്ഷിക്കാനും അവരെ പിടിച്ച് ജയിലിലാക്കാനൊക്കെ അന്ന് ആളുകളുണ്ട്. ഇന്നങ്ങനെയല്ല. ഇന്ന് ഈ ഖാദി എന്ന് പറഞ്ഞെങ്കിൽ പ്രത്യേക ആക്ടാണ് നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ളത്. അപ്പൊ ആ ആക്ടിന്റെ അനുസരിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് എതിരല്ലാതെ ആ ആക്ടിൽ പ്രകാരമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിട്ട് പ്രവർത്തിക്കാനേ ഖാദിക്ക്. അപ്പൊ ഇന്ന് ക്രിമിനൽ കേസുകൾക്കൊന്നും ഖാദിക്ക് ഇടപെടാൻ പറ്റൂല, അത് വിധി പറയാനും പറ്റൂല. എന്നാൽ തന്നെ ഖാദിയിലെ ചില തീരുമാനങ്ങള് പഴയ കാലത്ത് അത് കോർട്ടും ഗവൺമെന്റും ഒക്കെ അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനത്തെ പലതും അംഗീകരിക്കുന്നില്ല. അപ്പൊ അതാണ് ഖാദിയെ നമ്മൾ നിശ്ചയിക്കുമ്പോൾ നിശ്ചയിക്കുന്നവരുണ്ടാവണം. അത് ആ യഥാർത്ഥ സ്വഭാവത്തിൽ അന്ന് നിശ്ചയിക്കാൻ പറ്റിയ ആളുകളൊന്നുമില്ല. എങ്കിലും നമ്മള് ഓരോ മഹല്ലത്തുകാര് ആ മഹല്ലത്തിലുള്ള കമ്മിറ്റി നാട്ടുകാരൊക്കെ കൂടി ആലോചിച്ച് അവരെ എങ്ങനെ പറ്റുന്നതായ ഒരാളെ നിശ്ചയിക്കാം. ഏറ്റെടുക്കാൻ ഒരു ഖാദിയായി ഏറ്റെടുക്കാൻ പറ്റിയ ഒരാൾ വേണം. അതിന്റെ പരിധി നിശ്ചയിക്കണം, അതിന്റെ സ്ഥലം എവിടെയെന്നുള്ളത്. മറ്റൊന്ന് എന്തെല്ലാമാണ് ഇയാൾ നടത്തേണ്ടത് അതിപ്പോ നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മുവല്ലി വേണം എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുന്നവൻ വേണം, ഏറ്റെടുക്കുന്നവൻ വേണം. മറ്റൊന്ന് അതിന്റെ പരിധി പറയണം. അതാണ് മഹല്ലുൽ വിലായത്ത്. അതാണ് ഞങ്ങളെ ഈ പള്ളിയുടെ മഹല്ലിന്റെ ഖാദിയായി നമ്മൾ പറയുന്നത്. മറ്റൊന്ന് അതിന്റെ പറയപ്പെടേണ്ട സീഗ
പിന്നെ കല്ലത്തുക ഖവാഹാദിൽ ബൽദാൻ അതുപോലത്തെ അലി വല്ലി തുക എന്തോ ഇത് സീഗകൾ ഇവിടെ പറയപ്പെട്ടതുപോലെ അത് വേണം. മറ്റൊന്ന് അധികാര പരിധി ഏതാന്ന് പറയാം. ഇന്നിപ്പോ അധികാര പരിധി പറയേണ്ട ആവശ്യമില്ല. അതാണ് ഇന്ന കാര്യങ്ങളിൽ കാദിയായി നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. കാരണം അത് ഗവൺമെന്റിന്റെ ഒരു ആക്ട് പറയുന്നു. ആ ആക്ട് അനുസരിച്ചുള്ള കാര്യങ്ങളിൽ മാത്രമേ ഈ കാദിക്ക് അധികാരം നൽകപ്പെടുള്ളൂ. അപ്പൊ അതിന് പറയേണ്ട ആവശ്യമില്ല. ഏതൊരു വിഷയത്തിലാണ് ഇയാൾക്ക് തൗദീയത്ത് നൽകപ്പെട്ടത് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിലെ യുസ്റത്തു തഈനുമായി അതിന് നിശ്ചയിക്കണം, അത് ശർത്താണ്. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് അത് നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട് മായുവല്ലാഫീരെ തയ്യൽ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ ശേഷം പറയുന്നുണ്ട് ഇനി തറത്ത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനോട് തുറന്നു പോകുന്നൊരു സമ്പ്രദായം ഉണ്ടായി. ഇവിടെ ആ നിശ്ചയിക്കപ്പെടുന്ന ആ പരിധിയിൽ നല്ല ഇതിന്റെ അർത്ഥം നിശ്ചയിക്കപ്പെടുന്ന വിഷയത്തിൽ നിന്നാണ്. അതെന്ന് എവിടെ പറ്റുള്ളൂ അറിയോ? പൊതു അധികാരമുള്ള ഇമാമ് നിശ്ചയിക്കുന്നിടത്താണ്. അത് മാവർദി ഇമാമിന്റെ കിതാബ് എന്നൊക്കെ മനസ്സിലാവും. അപ്പൊ ഞാനിപ്പോ അതിന്റെ ഒരു വിശദീകരണത്തിലേക്കൊന്നും കടക്കുകയല്ല. അപ്പൊ ഏതായാലും ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പാലിക്കപ്പെട്ടതായ നിബന്ധനകൾ കഴിയുന്നത്ര പാലിച്ചുകൊണ്ട് കണ്ടെത്തപ്പെടുന്ന ആളുകളെ നമ്മൾ കാദിയായി നിശ്ചയിക്കാം. അതിപ്പോ ഉള്ളൂ. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാദിന്റെ അധികാരവും അത്ര തന്നെ. അപ്പൊ അതുകൊണ്ടാണ് കാദി എന്ന് പറഞ്ഞാൽ വെറും ഒരു മതവിധി പറയുന്ന ആള് മാത്രമല്ല, ഒരു മുഫ്തി മാത്രമല്ല. കാദി എന്ന് പറഞ്ഞാൽ മുഫ്തി സിയാദ. അയാൾ ഫത്വ കൊടുക്കണം. ഇദ്ഹാറുൽ ഹുക്ം വ ഇംദാഉഹു. ഹുക്ം പറഞ്ഞാൽ മാത്രം പോരാ, ആ വിധിനെ നടപ്പിൽ വരുത്തും വേണം. ആ വിധിനെ നടപ്പിൽ വരുത്താൻ നമുക്ക് കഴിയില്ല. കാരണം അതിന്റെ സംവിധാനങ്ങളെ നമ്മളെടുത്തില്ല. പിന്നെ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്റെ കാദിയാക്കി നിശ്ചയിച്ചു നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന പ്രകാരം ഒരു കാദി എന്നുള്ള നിലക്ക് ഇടപെടാൻ പറ്റുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ നടത്തുന്നതായ തീർപ്പുകളെയും മസ്ലഹത്തുകളൊക്കെ ഞങ്ങൾ അത് നടപ്പിൽ വരുത്താൻ ആവശ്യമാവുന്ന എല്ലാ തരത്തിലുള്ള പിന്തുണയും ഞങ്ങളിൽ നിന്നുണ്ടാവുന്ന. അപ്പൊ ഇന്ന് സഹകരണം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഖാദിക്ക് നിർബന്ധിച്ചുകൊണ്ടൊരു കാര്യം ഞങ്ങളെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഇവിടുത്തെ ഖാദി ആക്ടൊക്കെ മനസ്സിലാക്കി കൊണ്ടിട്ട് അതിൽ ഇടപെടാൻ പറ്റിയ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അന്നേക്കുള്ള തീരുമാനങ്ങളും മസ്ലഹത്തുകളൊക്കെ മഹല്ലുകൾക്ക് മറ്റ് ദീനി കാര്യങ്ങളിൽ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ചെയ്തുകൊണ്ടിട്ട് മഹല്ലത്തുകളൊക്കെ നയിക്കാൻ വേണ്ടിയുള്ള തൗഫീഖ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കപ്പെടണം. അതിന് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഇതൊരു പുണ്യമായ മാസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത്, ആ മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കണം. അങ്ങനെയുള്ള മഹാന്മാര് പറഞ്ഞത് ഇദാകാന അംറുൽ ആഖിറ ഹുവൽ മഖ്സൂദൽ അസ്ലിയാത. ആഖിറത്തിനെ പറ്റിയുള്ള കാര്യങ്ങളുടെ ചിന്ത അതൊരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യമായിട്ടില്ല. അങ്ങനെ ദുനിയാവിന്റെ കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. ഇല്ലാ ബിൽ അർദ്. അത് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് നോക്കണില്ല, ഇൻഡയറക്റ്റ് ആയി. അതായത് ആഖിറത്തിന്റെ കാര്യങ്ങൾ നടത്തപ്പെടാൻ ദുനിയാവിന്റെ കാര്യം ദുനിയാവ് ഇവിടെ ആവശ്യമാണ് എന്ന നിലക്ക് ദുനിയാവിലേക്ക് തിരിയാൻ പാടുള്ളൂ. എന്നാലും ദുനിയാവ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ആഖിറാണ്. ആ ആഖിറത്തിന്റെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ ദുനിയാവും ആവശ്യമാണ്. അന്നൽക്ക് ഇവിടെ എന്ത് വേണം? മഴ കൊള്ളാതിരിക്കേണ്ടി വരും, അപ്പൊ വര വേണ്ടി വരും, യാത്ര ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ആ യാത്രക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നമുക്ക് വേണ്ടി വരും. ഇതൊക്കെ ഭൗതികമായ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടതെന്നല്ല പറഞ്ഞത്. ആ നിലക്ക് ഒരു മനുഷ്യന്റെ ഹൃദയം
അവന്റെ ആ എല്ലാ നിലക്കുള്ള ചിന്തകളും അത് ഈ പറയുന്ന വിഷയത്തിൽ മാത്രം ധരിച്ചു കഴിഞ്ഞാൽ അന്തജദാലിക അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും മഹബ്ബത്തുല്ലാഹി വ മഹബ്ബത്തു റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തും അള്ളാഹുവിനോടുള്ള മഹബ്ബത്തും അവരുടെ ഹൃദയത്തിലുണ്ടാവും. അപ്പൊ ദുന്യാവിനോടുള്ള ചിന്ത അത് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് വിട്ടുന്ന് ആഖിറത്തിനെ പറ്റിയുള്ള ചിന്തയിൽ മാത്രം നമ്മളെ ചിന്തനെ ഒതുക്കി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള മഹബ്ബത്തും അള്ളാഹു റസൂലിനോടുള്ള മഹബ്ബത്തും ഉണ്ടാവും. അപ്പൊ അതാണ് റസൂൽ പറഞ്ഞത്, നിങ്ങളിൽ നിന്നുള്ള 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട് പറഞ്ഞത് എന്താ? ഈ 3 കാര്യങ്ങൾ ഇല്ലെങ്കിൽ എനിക്ക് ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം എത്തിക്കാൻ കഴിയില്ല. അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ നിങ്ങളിലേക്ക് ആ ഏതൊരുത്തരിലേക്കും ഏറ്റവും മഹബത്തുള്ളത് എന്നോടാവണം. അത് അവന്റെ സർവസ്വത്തിനേക്കാളും മഹബത്ത് റസൂലുള്ളാഹിനാവണം. അതാണ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് റസൂൽ പറഞ്ഞു, ലാ തകൂനു മുഅ്മിനൻ, നീ ഒരു യഥാർത്ഥ മുഅ്മിനായി തീരൂല ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സി, നിങ്ങളുടെ ശരീരത്തിനേക്കാൾ ഞാൻ ഏറ്റവും മഹബത്ത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എന്നാൽ നിങ്ങൾക്ക് യഥാർത്ഥ മുഅ്മിനാവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്റെ ശരീരത്തിനേക്കാൾ ഏറ്റവും അധികം എനിക്ക് ഇഷ്ടം നബിയെ തങ്ങളോട് തന്നെയാണ്. അപ്പൊ റസൂൽ പറഞ്ഞു, അൽ ആൻ ഖത്തമ്മ ഈമാനും, ഇപ്പോൾ ആ ഒരു വിശ്വാസം, ആ ഒരു മഹബത്തുകളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ ഈമാൻ പൂർത്തിയായി. അപ്പൊ ഈമാൻ അത് വളരെ ചുരുക്കമൊക്കെ ചെയ്യും, അത് പൂർത്തിയാവും, അതിക്ക് ചുരുക്കം ഉണ്ടാവും. അപ്പൊ ഈമാനെ പൂർത്തിയാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിട്ട് ഈമാനെ പൂർത്തിയാക്കുക. അന്നെനിക്ക് അങ്ങനെ പൂർത്തിയാവുമ്പോൾ റസൂലുള്ളാഹിനോടുള്ളതായ മഹബത്ത് അത് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരും. ആ മഹബത്ത് ഉണ്ടാക്കി തീർക്കണം. റസൂലുള്ളാഹിനോടുള്ള മഹബത്ത്, അല്ലാഹുവിനോടുള്ള മഹബത്ത്. ഖുലി കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹിനോട് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ആ ചര്യകളനുസരിച്ച് ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരോട് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അവരോട് എങ്ങനെയാണ് നമ്മളെ സമീപനം, അത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ മഹാന്മാരിൽപ്പെട്ട ഒരു മഹാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹിനോടുള്ള മഹബത്ത്, റസൂലുള്ളാഹിനെ ജനിക്കപ്പെട്ട ആ പുണ്യ ദിവസം ഉണ്ടല്ലോ, അത് ആ ദിവസത്തിനെ പ്രത്യേകമായും കൊണ്ട് പരിഗണിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് തിങ്കളാഴ്ചനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ അന്ന് ഞാൻ ജനിക്കപ്പെട്ട എന്റെ ജന്മദിനാണ്, അത് തിങ്കളാഴ്ചയാണ്, 12-നാണ്. അങ്ങനത്തെ തിങ്കളാഴ്ച, എല്ലാ തിങ്കളാഴ്ച മടങ്ങി വരുമ്പോഴും അതിനെ സ്മരിക്കണം. എല്ലാ കൊല്ലത്തിൽ 12 മടങ്ങി വരുമ്പോഴും നിങ്ങൾ അതിനെ പ്രത്യേകം സ്മരിക്കണം. അപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞിട്ട് ആ ദിവസത്തിനെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് വേണ്ട, അത് തെറ്റാണ്. പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. അതാണ് റസൂൽ പഠിപ്പിച്ചത്. ആ നിലക്ക് ആ ദിവസത്തിനെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ആ ദിവസം പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അന്നൽക്കുള്ള പ്രകടനങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഉണ്ടാവണം. ഇതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും അവന് ചെയ്യാതിരിക്കാൻ കഴിയൂല. ആ നിലക്ക് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായി തീരുന്ന ഒന്നാണ് അന്നൽക്ക് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും ഓരോരുത്തരും തയ്യാറാവണം. എല്ലാ മഹല്ലത്തുകളിലൊക്കെ മൗലിദും ആ മൗലിദിനോടനുബന്ധിച്ചുകൊണ്ടുള്ള ചീരണി വിതരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിട്ട് ആ ശിആറിനെ അത് തഅ്ളീം ചെയ്യാൻ ഓരോരുത്തരും ശ്രമിക്കണം. സാന്ദർഭികമായി എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് അപ്പൊ നമ്മള് വികായന്റെ ഒരു പ്രവർത്തകൻ അടുത്ത ദിവസത്ത് മരണപ്പെട്ടിട്ടുണ്ട്. അവനും നമ്മളെ പ്രവർത്തകരായി കൊണ്ട് മരണപ്പെട്ടു പോയ എല്ലാവർക്കും, നമ്മളെ നേതാക്കന്മാർക്കും എല്ലാവർക്കും എല്ലാ നിലക്കുള്ള പരലോക ഗുണത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ഉഹ്റവിയായ ഗുണത്തിന് വേണ്ടിയും ദുആ ചെയ്യണം. അർഹമുർ റഹീമീനായ തമ്പുരാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ബാരിക് ഫീ ഹാദിഹി തൗലിയ.